ഞാനൊന്ന് പറയട്ടെ, വാടി ഇവിടെ വിടത്തില്ല. ഞാനേ ഇങ്ങനൊന്നും ജീവിക്കേണ്ടവളല്ല. ഞാനും. നീ എന്റെ ചക്കരയല്ലടാ. എനിക്ക് നാണം. ഒരു നാണം. ഒരു സുന്ദരിക്കോത അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ. അവളവിടെ കിടന്ന് ഉറങ്ങട്ടെ. ഉറക്കം കുറഞ്ഞ ഗ്ലാമർ പോകുന്നത്. അതായിരിക്കും വരാത്തത്. കുട്ടികളില്ല. രാവിലെ തിരുവനന്തപുരത്ത് പോണ്ടതാ. ഒരു കേസുണ്ടേ. ഇങ്ങനെ സമയം കളഞ്ഞാൽ നേരം വിളിക്കും. എത്ര പവനുണ്ടെന്ന് തൂക്കി നോക്കിയിട്ടില്ല. മേരിക്കുട്ടിയുടെ കഴുത്തിലിടാനുള്ളതും കല്യാണ ചെലവിനുള്ളതും ഇതിലുണ്ട്. എവിടുന്നാ എങ്ങനെയാണെന്നൊന്നും ഇപ്പം മേരിക്കുട്ടി അറിയണ്ട. അറിഞ്ഞ അവൾക്ക് സങ്കടമാവും. കാര്യം നടക്കട്ടെ. ശാങ്കുട്ടി ഒന്നും പറയണ്ട. ഒളിച്ചിട്ട് ചെന്നാട്ടെ. കാര്യം നടക്കട്ടെ. ചെല്ലേ. തട്ടിക്കൊഴിക്കണ പറഞ്ഞോ? ഓ, ഭയങ്കര ക്ഷീണം. ഇന്നലത്തെ നൈറ്റ് വർക്കിന്റെ. അപ്പൊ പിന്നെ സോഡ ഒഴിക്കണ്ട. ഒഴിക്കണ്ട. അച്ചായോ, പോകാനുള്ള വണ്ടി വന്നല്ലോ. ഓ, ഇനി കൊണ്ടുപോയിട്ട് എന്നെ എടുക്കാനാ? തൊണ്ടി പോലും ഇല്ല. തൊണ്ടി ഇല്ലല്ലേ? അപ്പൊ ഓക്കെ. തൊണ്ടി ഉണ്ടടാ. തൊണ്ടി ഉണ്ടോ? എവിടെ? അയ്യോ, ഞാൻ മാറ്റി വെച്ചു. നല്ലതൊക്കെ അടിയിലിട്ടോണ്ട് നടക്കണമെങ്കിൽ വേണം ഒരു യോഗം. ഇപ്പൊ വരും സാർ. പോയതാ. പോയതാണെന്നുള്ള സിമ്പിൾ കാണിച്ചാ. വിട് സാറേ, വിട് സാറേ. എന്തുവാ സാറേ ഇത്? പറഞ്ഞു തരാടാ, വാപ്പാ. എങ്ങോട്ട്? എടാ കൊച്ചാപ്പി, എന്തുവായി സാർ പറയുന്നേ? സാറിന് എന്തും പറയാലോ. എന്നാ പറ്റിയടാ? ഫിംഗർ ചിപ്സാ സാർ ഇപ്പൊ ഉണ്ടാക്കിയതാ. എന്തുവാ സാറേ ഇത്? മര്യാദയ്ക്ക് വന്ന് ജീപ്പിൽ കയറിയാ നിനക്ക് കൊള്ളാം. ഓ, ജീപ്പൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാ. വരട്ടാതെ സാറ് കാര്യം പറ. ഇന്നലെ രാത്രി നീ എവിടെയാ കയറിയത്? ഇന്നലെ രാത്രി എങ്ങും പോയിട്ടില്ല. എന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. സത്യം. ഇവൻ മോട്ടിക്കാൻ പോകുന്ന ദിവസമൊക്കെ നിന്റെ ഭാര്യയുടെ ഇടയ്ക്കാണ് ഇവനെ കിടത്തുന്നത്. അവന്റെ മേക്കിട്ട് കയറണ്ട. സാറിന് ഇപ്പൊ എന്തുവാ വേണ്ടേ? ആ എസ് ഐ സോമന്റെ വീട്ടിൽ നിന്ന് ഇന്നലെ രാത്രി നീ മോഷ്ടിച്ച 75 പവന്റെ സ്വർണം എവിടെ? ഏത് ASI? ഏത് സോമൻ? സാർ എന്തുവായി പറയുന്നേ? ആ ഉണ്ട വിഴുങ്ങിയോ? ആയിരിക്കും. അവന്റെ വീട്ടിൽ ഇത്രയും സ്വർണം? ഏയ് സാറേ,
ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമന്റെ കൊന്നുള്ള ഏർപ്പാട് വേണ്ട. ഞാൻ എടുത്താണെങ്കിൽ ഞാൻ പറയും ഞാൻ എടുത്തു. ഈ കണ്ടവന്റെ കൊച്ചിന്റെ തന്തയാകാൻ എന്നെ കിട്ടത്തില്ല. സാറ് പോ. എടാ സോളമാ, ഓ ഒരു പൈൻ്റെ നീ സമ്മതിക്കലല്ലടാ. കൈ എടുക്ക സാറേ. ഉണ്ടെന്ന് വിടാനാ പറഞ്ഞത്. വീട്ടിലെ കുഴപ്പവും കേറത്തില്ല. കേറത്തേ ഇല്ല. പിടിച്ചോണ്ട് പോയവനാ ജീവിക്കാതാ. അന്ന് ജോൺ സാറിന്റെ കൈതല്ലി ഓടിച്ചതിന് ചാർജ് ചെയ്തത് വധശ്രമത്തിലാണ്. 307 കേസ് വാദിച്ചതൊക്കെ ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ശിക്ഷ 3 കൊല്ലത്തിൽ ഒതുങ്ങി. ഇടയ്ക്കൊരു പരോട്. അയ്യോ കരയാൻ മാത്രമൊന്നുമില്ല. ഞാനതൊക്കെ ആലോചിക്കുമ്പോൾ ചിരിക്കാറാ പതിവ്. തല പൊട്ടാൻ പോകുന്ന പോലെ. ഗുളിക കഴിച്ചില്ലായിരുന്നു? കഴിച്ചതാ. വേദന സഹിക്കാൻ പറ്റുന്നില്ല. സാറേ ഇവിടെ അടുത്തങ്ങനെ ആശുപത്രി ഉണ്ടോ? ആ കച്ചേരി പടിക്കലൊരു സർക്കാർ ആശുപത്രി ഉണ്ട്. വണ്ടി അങ്ങോട്ട് പോട്ടെ. ഇല്ലടി ഞാൻ വരാന്നേ, നാളെ തന്നെ വരാം. സിസ്റ്ററെ, ഡോക്ടർ എവിടെ? ഒരു മിനിറ്റ്. എന്താ? എന്തെങ്കിലും ഒരു ഇഞ്ചക്ഷൻ എടുക്കും. തലവേദന കൊണ്ട് നിൽക്കാൻ മേല. അയ്യോ ഡോക്ടർ 4 മണി കഴിഞ്ഞ് വരൂ. വീട്ടില് പേഷ്യൻസിനെ നോക്കിക്കൊണ്ടിരിക്കുക. വീട് എവിടാ? ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റാ. അങ്ങോട്ടൊന്നും പോകണ്ട. ഡോക്ടർ വലിയ ദേഷ്യക്കാരനാ. ഞാനും വലിയ ദേഷ്യക്കാരനാ. വന്നേ, സ്വല്പം ഒന്ന് നീങ്ങിരുന്ന്. സ്വല്പം. ഞാനിപ്പോ വരാം. ഇത് പുറത്തൊരു മെഡിക്കൽ ഷോപ്പുണ്ട്, അവിടെ പോയി വാങ്ങിച്ചോ. ശരി. ഇതെന്താ 50 രൂപയോ? 100 രൂപ എൻ്റെ ഫീസ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ തന്നതാണല്ലോ. വന്നപ്പോഴല്ലേ തന്നത്, വെറുതെ കൊണ്ട് തന്നതല്ലോ. എന്റെ കയ്യിൽ ഇനി ഇല്ല ഡോക്ടറെ, അതുകൊണ്ടാ. ഇല്ലെങ്കിൽ ഇനി ഇങ്ങോട്ട് വന്നേക്കരുത്. ചെല്ലേ തങ്കപ്പൻ. ഡോക്ടറെ ആശുപത്രി വരുവാ. പെട്ടെന്ന് അവിടം വരെ ഒന്ന് വരണം. എൻ്റെ ഡ്യൂട്ടി ടൈം ആഫ്റ്റർ 4 o'clock. അപ്പോൾ വരും. ചെല്ലേ. അയ്യോ ഇങ്ങനെ കണ്ണീ ചോരയില്ലാത്ത വർത്തമാനം പറയരുത്. ബസ്സിൽ പോകുമ്പോൾ വയ്യാണ്ടിറങ്ങിയതാ. തലവേദന എടുത്ത് അവളെ ഇവിടെ കിടന്ന് ചാകാൻ പോവുക. ഡോക്ടർ ഒന്ന് വന്നേ പറ്റത്തുള്ളൂ. ചാകാൻ പോകുന്നെങ്കിൽ വേറെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകും. പോടോറങ്ങി. ഗെറ്റ് ഔട്ട്. ഇനി പോകാമായിരിക്കും. പോകാമായിരിക്കും എന്നാ വന്നാൽ. ആ എല്ലാരും വന്നേ. ഡോക്ടർ ഇനി ആശുപത്രി വെച്ചേ നോക്കത്തുള്ളൂ. തങ്കപ്പൻ ചേട്ടനാന്നോ? അതെ. എന്നാ മുന്നിൽ ക്യൂവായിട്ട് ക്യൂവായിട്ട്. അച്ഛനാ സാബു ഇല്ലേടാ ഇത്? അച്ഛൻ തന്നെ ഇവിടെ. അതൊക്കെ പറയാം. വടിവാള് വല്ലതും ഉണ്ടോടാ വണ്ടിയില്? ഉണ്ടച്ചാ കളി കഴിഞ്ഞ് വരുവാ. കൈവെട്ടി കളി. അപ്പൊ ഡോക്ടർ ചെന്നാട്ടെ. എല്ലാരും ചെല്ല്. അച്ഛനിത് എവിടുന്നാ? കണ്ണൂർ നല്ലാണ്ട് എവിടെന്നാ? ആഹാ, ഇത് എവിടെന്ന് കിട്ടിയടാ ഇവന്മാരെ? ഫേസ് കട്ട് കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. പേടിപ്പിക്കാൻ വേണ്ടി തന്നെ കൊണ്ടു നടക്കുക. ഇവറ്റകൾക്ക് ഭയങ്കര ഡിമാൻഡ് ആണോ? ഒരു കാര്യം ആരാടത്? കിടന്നു. ഇത് സാബു, എന്റെ ക്ലോസ് ഫ്രണ്ടാ. 2.5 മാസം കണ്ണൂരുണ്ടായിരുന്നു. മർമ്മം നോക്കി വെട്ടാൻ ഇപ്പൊ ജീവിച്ചിരിക്കുന്നതിൽ ഇവനാണ് കേരളത്തിൽ ബെസ്റ്റ്. ചേട്ടത്തി സാബുന്നാ ഞാൻ പറയപ്പെടുന്നത്. ഇങ്ങനെ പീക്കിരി പോലെ ഇരിക്കുന്നു വിചാരിക്കണ്ട. കല്യാണമൊക്കെ കഴിഞ്ഞു. അതും ലവ് മാരേജ്. കണ്ടു, പരിചയപ്പെട്ടു, പ്രേമിച്ചു, കെട്ടി. എല്ലാം പെട്ടെന്നായിരുന്നു. 6 ദിവസം അത്രേ ഉള്ളൂ. 6 ദിവസമോ? ആ 6 ദിവസം കൊണ്ടൊക്കെ ഒരു കല്യാണം നടക്കൂടാ? പിന്നെ നീ ഭയങ്കര സാധനമാ. അച്ഛായ രണ്ടുപേരും വീട്ടിൽ വന്നിട്ടേ പോകാവൂ. ഓ അതെ, ഫുൾ റെസ്റ്റ് എടുക്കേണ്ട പേഷ്യന്റാ. രണ്ടുപേരും ഒന്ന് പുറത്തേക്ക് നിൽക്കോ. ഓ ശരി ചേച്ചി. എന്നാലും എന്റെ അച്ചായ സംഗതി പൊന്നും കൂടാണ്. കൺട്രോള് പോവല്ലേ? മനസ്സിൽ സ്നേഹം തോന്നിയാ പിന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം അറിയാണ്ട് ഡീസന്റ് ആയി പോകും. അത് വളരെ ശരിയാണ്. സത്യം. എടിയേ വേണ്ട ഭക്ഷണം ഒന്നും ഉണ്ടാക്കേണ്ട. ഐറ്റംസ് ഒക്കെ അവിടെ എത്തും. ഞങ്ങൾ 1 മണിക്കൂറിനകം വരും. ദാ വരുന്നടി. വൈഫാ? ആ